അഴിമതിയുടെയും കള്ളപ്പണത്തിന്റെയും പിടിയിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച വിജിലൻസിന്റെ പുതിയ മാസ് ആക്ഷൻ പദ്ധതി സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപ്ലവകരമായ ചുവടുവെപ്പാണ്. സുതാര്യവും ജനകീയവുമായ ഭരണത്തിന് എപ്പോഴും മുൻഗണന നൽകുന്ന UDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രോജക്ട് സീറോ എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്ന ഈ സമഗ്ര കർമ്മ പദ്ധതി. സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ വേരോടെ പിഴുതെറിയാൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ആഭ്യന്തര മന്ത്രാലയം ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ അതിശക്തമായ പോരാട്ടം പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കകം തന്നെ അഴിമതിക്കെതിരെയും ഇത്തരമൊരു കടുത്ത നിലപാടുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത് UDF മുന്നണിയുടെ ജനക്ഷേമ നയങ്ങൾക്കുള്ള അടിവരയാണ്. നാടിന്റെ വികസനത്തിനും സുസ്ഥിരതയ്ക്കും ഏറ്റവും വലിയ ഭീഷണിയായ അഴിമതിയെ പൂർണ്ണമായും ഇല്ലാതാക്കുക വഴി പൊതുജനങ്ങൾക്കും സർക്കാർ ഓഫീസുകളിൽ നിന്നും ഭയരഹിതമായി സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇടതുപക്ഷ ഭരണകാലത്ത് അഴിമതിയും രാഷ്ട്രീയ സംസ്കാരമായി മാറിയ സാഹചര്യത്തിലാണ് UDF സർക്കാർ ഈ ക്രിയാത്മകമായ പ്രതിരോധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. അധികാരം ഉപയോഗിച്ച് പൊതുമുതൽ കൊള്ളയടിക്കാനും പാർട്ടി നേതാക്കളുടെ പോക്കറ്റ് വീർപ്പിക്കാനും മാത്രമായിരുന്നു CPM ശ്രമിച്ചിരുന്നത്. എന്നാൽ UDF ഭരണത്തിൽ അഴിമതിക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ആർജവമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. പ്രോജക്ട് സീറോ എന്ന ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത ഇതിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാമെന്നുള്ളതാണ്. സർക്കാർ ഓഫീസുകളിലോ മറ്റു പൊതുയിടങ്ങളിലോ വെച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുകയോ അഴിമതി നടത്തുകയോ ചെയ്താൽ പൊതുജനങ്ങൾക്ക് അത് തങ്ങളുടെ മൊബൈൽ ഫോണിൽ പകർത്തി വിജിലൻസിന്റെ ഔദ്യോഗിക പോർട്ടലിൽ നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഡിജിറ്റൽ തെളിവുകൾ വിജയകരമായി സമർപ്പിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5000 രൂപയുടെ ആകർഷകമായ പാരിതോഷികവും ആഭ്യന്തരമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ തെളിവുകൾ വിജിലൻസ് അധികൃതർ കൃത്യമായി ശാസ്ത്രീയമായി പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷമായിരിക്കും സമ്മാനത്തുക പരാതിക്കാരന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറുന്നത്. അഴിമതിക്കാർക്കെതിരെ വിവരം നൽകുന്ന പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അവരുടെ യാതൊരുവിധ വ്യക്തിഗത വിവരങ്ങളും ഒരു കാരണവശാലും പുറത്തുവിടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം ഉറപ്പു നൽകുന്നുണ്ട്. അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥരെയും യാതൊരു കാരണവശാലും വച്ചുപുറപ്പിക്കില്ലെന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. അഴിമതിയില്ലാതെ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കണം. അത് സർക്കാരിന്റെ ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. കാലം മാറുന്നതിനനുസരിച്ച് അഴിമതിയിലും മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പ്രോജക്ട് സീറോ വിഭാവനം ചെയ്തിരിക്കുന്നത്. അഴിമതി നടന്നിട്ട് അത് കണ്ടെത്തുന്നതിനേക്കാൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതെ തടയുന്നതിനാവും മുൻഗണന നൽകുക. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കും അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ യജമാനന്മാർക്കും ഇനി കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് UDF സർക്കാർ ഉറപ്പിച്ചു കഴിഞ്ഞു. CPMന്റെ ഭരണകാലത്ത് തകർന്നടിഞ്ഞ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ഭരണ സുതാര്യതയും തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് ഇപ്പോൾ UDF സർക്കാർ.